ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അനിത്യമായ വസ്തുക്കളിൽ നിന്ന് ഒരിക്കലും നമുക്ക് ശാശ്വതമായ സുഖം കൈവരിക്കാൻ സാധിക്കുകയില്ല. അനിത്യമായതിൽ നിന്ന് അനിത്യമായ സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ. അനിത്യങ്ങളിൽ നിന്നാർക്കും അണയാ നിത്യമാം സുഖം. ആകയാലായതാത്മാവിൽ തന്നെ തേടുന്നു ബുദ്ധിമാൻ. ബുദ്ധിയുള്ള ഒരാൾ നിത്യമായ സുഖം ലഭിക്കണമെങ്കിൽ അത് നിത്യമായ വസ്തുവിനെ തന്നെ ആശ്രയിക്കണം. നിത്യമായ വസ്തു ഈ ലോകത്തിൽ ഏതാണുള്ളത്? പരമാത്മാവ് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമസത്യം ഏതോ അതാണ് നിത്യമായത്. അതിനെ ആശ്രയിക്കുന്നവർക്ക് ശാശ്വതമായ സൗഖ്യം ലഭിക്കുന്നതാണ്. അതിനാൽ ആ നിത്യമായ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അനിത്യപദാർത്ഥങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും നിത്യസുഖം ലഭിക്കുകയില്ല. അനിത്യങ്ങളുടെ പിന്നാലെ പോയാൽ എളുപ്പമുണ്ടത്. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി അനിത്യപദാർത്ഥങ്ങളെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് നിത്യമായ സൗഖ്യം ലഭിക്കാൻ സാധിക്കുകയില്ല. നിത്യമായ സുഖം നമുക്ക് വേണമെങ്കിൽ അത് നിത്യവസ്തുവിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നിത്യവസ്തുവിനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടതായി വരില്ല. അതിനാൽ നാം നിത്യമായിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെ സർവാത്മന ആശ്രയിക്കുന്ന ഒരാൾ പരമസുഖിയായിരിക്കും. ആ സൗഖ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അത് അനിത്യമായ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ വിഷയങ്ങളോടുള്ള അമിതമായ അഭിവാഞ്ച കൊണ്ട് അതെല്ലാം മറന്ന് വിഷയങ്ങളുടെ പിന്നാലെ പോയി നശിക്കാനിട വരുന്നു. വണ്ട് ഗന്ധത്തിലകപ്പെട്ട് നശിക്കുന്നത് പോലെ, മത്സ്യം രസത്തിലകപ്പെട്ട് ചൂണ്ടയിൽ കോർത്ത ഇര വിഴുങ്ങുമ്പോൾ തൻ്റെ തൊണ്ടയിൽ കുരുങ്ങി താൻ ചാവാനിട വരുന്നത് പോലെ വിഷയവസ്തുക്കളോടുള്ള അത്യധികമായ ആസക്തി കൊണ്ട് നാം അതിലെല്ലാം ചെന്നുപെട്ട് നാശോന്മുഖമായി തീരുന്നു. അപ്രകാരം നശിക്കേണ്ടതല്ല അമൂല്യമായ മർത്യജന്മം. ഈ മർത്യജന്മം നമുക്ക് കിട്ടിയിട്ടും ഇതിലിരുന്നു കൊണ്ട് നാം ആരാണെന്ന പരമസത്യം കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കൃതകൃത്യത ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം ജന്മമെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അത് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സന്തുഷ്ടി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം വന്നതെന്ന പരമലക്ഷ്യത്തെ മറന്നുപോകുന്നു. അത് ഓർക്കുകയാണ്, അത് ഓർമ്മിപ്പിക്കുകയാണ് മഹത്തുക്കളുടെ കടമ. സത്സംഗം, സത്തുക്കളായ ആളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു. നമ്മുടെ ജന്മോദ്ദേശം ഈ വിഷയസംഗ്രഹണം മാത്രമല്ല, വിഷയങ്ങൾക്കതീതമായ വിഷയാതീതമായിരിക്കുന്ന ആ പരമസത്യത്തെ അറിയലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് മർത്യദേഹത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യനായി ജനിച്ചാൽ ഇതാണ് നാം ചെയ്യേണ്ടത്. അതിന് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു ജീവിക്കും ഇത് സാധ്യമല്ല എന്ന പരമസത്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം പരിപൂർണമായും വിഷയങ്ങളോടുള്ള അഭിനിവേശം കുറച്ച് ആത്മാവിലേക്ക് തിരിയുക എന്നതാണ് സുഹൃതം കൂടിയവർ ചെയ്യുന്നത്. സുഹൃതാധിക്യത്താൽ മാത്രമേ ഈ ബുദ്ധി സ്വയമേവ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ട് ചെയ്യുന്നവർ സുഹൃതാധിക്യം കൊണ്ടേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജന്മം സഫലമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്. മറ്റുള്ളവർ അതിനുള്ള വഴികാട്ടിയും സഹായിയും മാത്രമാണ്. നാം തയ്യാറല്ലെങ്കിൽ ആർക്കും നമ്മെ നേർവഴിയിലേക്ക് തിരിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ നാം ശാശ്വതമായ അനിത്യങ്ങളിൽ നിന്നാർക്കും അണയാ നിത്യമാം സുഖം. ആകയാലായതാത്മാവിൽ തന്നെ തേടുന്നു ബുദ്ധിമാൻ.